ഹായ് മക്കളെ, എല്ലാവർക്കും സുഖം തന്നെയല്ലേ? നാളെയാണ് നമ്മൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരിക്കുന്ന ഫിസിക്സ് പരീക്ഷ. നിങ്ങൾ എല്ലാവരും അടിപൊളിയായി തന്നെ പ്രിപ്പയർ ചെയ്യുകയാണ് എന്ന കാര്യം എനിക്ക് ഉറപ്പാണ്. സോ ഇന്ന് രാത്രി കൃത്യം 7 മണിക്ക് മെഗാ മാരത്തോൺ ഉണ്ട് ഫിസിക്സിന്റെ. എല്ലാ ചാപ്റ്റേഴ്സിനുള്ള മുഴുവൻ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും ഒരൊറ്റ ലൈവ് കൊണ്ട് നമ്മൾ ക്രാക്ക് ചെയ്യാൻ പോവുകയാണ്. ആരും തന്നെ മറന്നു പോകരുത്. കൃത്യം 7 മണിക്ക് നിങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കണം. ഈ വീഡിയോയിൽ നമ്മൾ ഡീൽ ചെയ്യാൻ പോകുന്ന 10 ചോദ്യങ്ങളാണ്. ഏറ്റവും വെയിറ്റേജ് കൂടിയ, പരീക്ഷയിൽ എന്തായാലും വരുമെന്ന് നമുക്ക് ഉറപ്പ് പറയാൻ സാധിക്കുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ 10 പ്രധാനപ്പെട്ട ചോദ്യങ്ങളും അവ ക്യാരി ചെയ്യുന്ന 40 മാർക്കുമാണ് നമ്മൾ എൻഷുർ ചെയ്യാൻ പോകുന്നത്. എല്ലാ അനിയന്മാരും അനിയത്തിമാരും റെഡി ആണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് തന്നെ കാണാൻ വേണ്ടി തുടങ്ങുക. റൈറ്റ്, ഒട്ടും ലേറ്റ് ആക്കാത്ത കാര്യങ്ങളിലോട്ട് കടന്നാലും മക്കളെ, ഏറ്റവും പോസിബിലിറ്റി കണക്കാക്കപ്പെടുന്ന ചോദ്യങ്ങളാണ് നമ്മൾ ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും സോർട്ട് ചെയ്ത് സെലക്ട് ചെയ്ത് നിങ്ങൾക്ക് വേണ്ടി കാത്തുവച്ചിരിക്കുന്നത്. ലേറ്റ് ആക്കുന്നില്ല, കടക്കാൻ പോവുകയാണ്, മുന്നോട്ട് പോകുന്നു. ഒന്നാമത്തെ ചോദ്യം കണ്ണിന്റെ ഡിഫക്റ്റുമായി ബന്ധപ്പെട്ട ചോദ്യം. മൂന്നാമത്തെ ചാപ്റ്ററായി വിഷനുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ഇവിടെ നമുക്ക് ഒരു തരം ഡിഫക്റ്റ് ആണ് കാണിച്ചിരിക്കുന്നത്. ഇതിന്റെ വേറൊരു ടൈപ്പ് കൂടിയുണ്ട്, നിങ്ങൾക്കറിയാം. സോ ഏതെങ്കിലും ഒരു ഡിഫക്റ്റ്, അതുമായി ബന്ധപ്പെട്ട ചിത്രം നൽകിയിട്ട് എന്താണ് ഡിഫക്റ്റ്, എങ്ങനെ പരിഹരിക്കാം, അതിന്റെ കാരണം എന്താണ്, ഈ രീതിയിലുള്ള ചോദ്യം ഉറപ്പാണ്. എന്തായാലും പഠിച്ചിരിക്കണം, 100% ഉറപ്പാണ്. റൈറ്റ്, മുന്നോട്ട് പോയാലും. സോ ചിത്രം നിരീക്ഷിക്കുക. ഇവിടെ നൽകിയിരിക്കുന്ന കണ്ണിന്റെ തകരാർ എന്താണ്? എല്ലാവരും ഒന്ന് മനസ്സിലെങ്കിലും ഒന്ന് പറയുക. എന്താണ് കണ്ണിന്റെ തകരാർ? റെറ്റിനയുടെ മുന്നിലാണ് ഇവിടെ പ്രതിബിംബ രൂപീകരണം നടന്നിരിക്കുന്നത്, ഇമേജ് ഫോർമേഷൻ നടന്നിരിക്കുന്നത് ഇൻ ഫ്രണ്ട് ഓഫ് ദ റെറ്റിനയാണ്. എങ്കിൽ എൻ്റെ അനിയന്മാരും അനിയത്തിമാരും പറടാ, എന്താണ് ഡിഫക്റ്റ്? ഒരു സംശയവുമില്ലാതെ നിങ്ങൾക്ക് പറയാൻ സാധിക്കും, കണ്ണിന്റെ തകരാർ എന്ന് പറഞ്ഞാൽ മയോപ്പിയാണ്, അഥവാ ഹ്രസ്വദൃഷ്ടിയാണ്. തർക്കമില്ലാലോ, ഒരു തരി സംശയമില്ലാലോ. യെസ്, ദിസ് ഈസ് മയോപ്പിയ ഓർ ഷോർട്ട് സൈറ്റ്നസ്, അതുമല്ലെങ്കിൽ ഹ്രസ്വദൃഷ്ടി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഓക്കെ, അത് ആദ്യം നിങ്ങൾ മനസ്സിലങ്ങ് ഉറപ്പിക്കണം. എന്നിട്ട് ചോദ്യങ്ങളിലോട്ട് കടന്നാൽ മതി. ചോദ്യം, വേർ ഈസ് ദ ഫാർ പോയിന്റ് ഓഫ് ഇൻഡിവിജ്വൽസ് വിത്ത് ദിസ് ഡിഫക്റ്റ്? ഈ ഒരു തകരാറുള്ള ആളുകളുടെ കണ്ണിന്റെ ഫാർ പോയിന്റ് എവിടെയായിരിക്കും? നമുക്കറിയാം ഷോർട്ട് സൈറ്റ്നസ്. എൻ്റെ കണ്ണിന് ഈ പ്രശ്നമാണ്, ഷോർട്ട് സൈറ്റ്നസ് ഉള്ളത്, ഹ്രസ്വദൃഷ്ടിയാണ്, മയോപ്പിയാണ്. സോ എനിക്ക് അടുത്തുള്ള വസ്തുക്കളെ മാത്രമേ കാണാൻ സാധിക്കത്തുള്ളൂ, അകലെയുള്ള വസ്തുക്കളെ കാണാൻ സാധിക്കില്ല. സോ എൻ്റെ കണ്ണിന്റെ ഫാർ പോയിന്റ് ഒരിക്കലും ഇൻഫിനിറ്റി ആയിരിക്കില്ല. കണ്ണടയില്ലെങ്കിൽ എനിക്ക് ഇൻഫൈനൈറ്റ് ഒബ്ജക്റ്റുകളെ കാണാൻ സാധിക്കില്ല. സോ എൻ്റെ കണ്ണിന്റെ ഫാർ പോയിന്റ് ഒരിക്കലും ഇൻഫിനിറ്റി ആയിരിക്കില്ല. അത് വളരെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ദൂരമായിരിക്കും, വളരെ അടുത്തുള്ള ഏതെങ്കിലും ഒരു ദൂരമായിരിക്കും. സോ ഫാർ പോയിന്റ് എന്തായിരിക്കും? അറ്റ് എ സർട്ടൻ ഡിസ്റ്റൻസ് എവേ ഫ്രം ദ ഐ ആയിരിക്കും. കണ്ണിൽ നിന്ന് നിശ്ചിത അകലത്തിലായിരിക്കും ഫാർ പോയിന്റ് എന്ന് പറയുക. കൃത്യമായിട്ട് മനസ്സിലാക്കുക. അടുത്ത ചോദ്യം, റൈറ്റ് ടു റീസൺ ഫോർ ദിസ് ഡിഫക്റ്റ്. ഈ ഒരു തകരാറിന്റെ കാരണം എന്താണ്? എന്ത് കാരണം മൂലമാണ് ഒരാളുടെ കണ്ണിന് ഈ ഒരു തകരാറുണ്ടാവുന്നത്? എന്താണ് മക്കളെ കാരണം? യെസ്, ഇലോങ്ങേഷൻ ഓഫ് ഐബോൾ വികസിക്കുന്നത് മൂലം, അല്ലെങ്കിൽ ലെൻസിന്റെ കർവേച്ചർ കൂടുന്നത് മൂലം, വക്രത കൂടുന്നത് മൂലം. അതുകൊണ്ടാണ് റെറ്റിനയിൽ പതിയേണ്ട ഇമേജ് റെറ്റിനയ്ക്ക് മുന്നിൽ പതിയുന്നത്. സോ ആ കാരണങ്ങൾ കൂടി കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. ഇലോങ്ങേഷൻ ഓഫ് ദ ഐബോൾ അഥവാ നേത്രഗോളത്തിന്റെ വലിപ്പം കൂടുന്നത്, അല്ലെങ്കിൽ കർവേച്ചർ കൂടുന്നത്, വക്രത കൂടുന്നത്, ഈ 2 കാരണങ്ങൾ മൂലമാണ് എന്ത് സംഭവിക്കുന്നത്? മയോപ്പിയ സംഭവിക്കുന്നത് എന്ന കാര്യം മനസ്സിൽ ഉറപ്പിക്കുക. ഇതെങ്ങനെ പരിഹരിക്കാം? അതിന് നമ്മൾ യൂസ് ചെയ്യേണ്ട ലെൻസ് എന്ന് പറഞ്ഞാൽ കോൺകേവ് ലെൻസ് ആണ്. കോൺകേവ് ലെൻസ് ഉപയോഗിച്ച് നമുക്കിത് പരിഹരിക്കാൻ സാധിക്കും. കോൺകേവ് ലെൻസ് ഉപയോഗിച്ചാണ് ഇത് പരിഹരിക്കുക എന്ന കാര്യം നിങ്ങൾ മനസ്സിലങ്ങ് ഉറപ്പിച്ചു വെക്കുക, പഠിച്ചു വെക്കുക. ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. റൈറ്റ്, സെറ്റ്. ഒന്നാമത്തെ ചോദ്യം കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ഇവിടെ മയോപ്പിയുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ഞാൻ വർക്കൗട്ട് ചെയ്തത്. സിമിലർ വേ ഹൈപ്പർമെട്രോപ്പിയുമായി ബന്ധപ്പെട്ട ചോദ്യം പരീക്ഷയിൽ ചോദിക്കാം. ദീർഘദൃഷ്ടിയുമായി ബന്ധപ്പെട്ട ചോദ്യവും പരീക്ഷയിൽ ചോദിക്കാം. സിമിലർ പാറ്റേണിൽ ഇതേപോലെ തന്നെ ചോദിക്കാൻ സാധ്യതയുണ്ട്. റൈറ്റ്, അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കുന്നു. ഈ ചാപ്റ്ററിൽ നിന്ന് ഓണപ്പരീക്ഷയിൽ ഡിസ്പേർഷനുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് ചോദിച്ചത്. സോ അതിനാൽ തന്നെ ഇത്തവണ എൻ്റെ മനസ്സ് പറയുന്നു റെയിൻഡ്രോപ്പ്, അതായത് റെയിൻബോ ഫോർമേഷനുമായി ബന്ധപ്പെട്ട ചോദ്യം ചോദിക്കാൻ സാധ്യതയുണ്ട്. കഴിഞ്ഞ തവണ പ്രിസവുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഇത്തവണ റെയിൻഡ്രോപ്പുമായി ബന്ധപ്പെട്ട് റെയിൻബോ ഫോർമേഷൻ എങ്ങനെയാണ് നടക്കുക എന്ന കാര്യം ചോദിക്കാൻ ഒരു സാധ്യത ഞാൻ കൽപ്പിക്കപ്പെടുന്നു. സോ ഇത്തരം ഒരു ചോദ്യം നിങ്ങൾ പഠിക്കണം, പ്രതീക്ഷിക്കണം. ഒരു മഴത്തുള്ളി നമ്മുടെ പ്രകാശം കടന്നു പോകുമ്പോൾ അതിന് എന്തൊക്കെ പ്രതിഭാസങ്ങളാണ് സംഭവിക്കുക, എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുക? അങ്ങനെ പുറത്തു വരുന്ന പ്രകാശരശ്മികളിൽ മുകളിൽ ഏത് കളറാണ്, താഴെ ഏത് കളറാണ് എന്ന രീതിയിലുള്ള ചോദ്യം എന്തായാലും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. സോ ചോദ്യം ഇങ്ങനെയാണ് ഉണ്ടാവുക. ഈ ചിത്രം ഒന്ന് കംപ്ലീറ്റ് ചെയ്യുക. ഏത് കളറാണ് എക്സും വൈയും? നമ്മൾ ഒരു എയ്റോപ്ലെയിൻ നോക്കുന്ന സമയത്ത് മഴവില്ലിന്റെ ഷേപ്പ് എന്തായിരിക്കും? സോ ഇതിനെല്ലാമുള്ള ഉത്തരം ഇത് തന്നെയാണ്. ഈ ഒരു കാര്യം നിങ്ങൾ
കൃത്യമായിട്ട് മനസ്സിലാക്കി വെക്കുക. സോ പ്രകാശത്തിന് എന്തൊക്കെ മാറ്റങ്ങളാണ് മക്കളെ സംഭവിക്കുന്നത്? ഒന്നാമത് നടക്കുന്നത് ഡിസ്പേർഷൻ ആണ്. നിങ്ങൾ റിഫ്രാക്ഷൻ ഇവിടെ മെൻഷനേ ചെയ്യേണ്ട ആവശ്യമില്ല. സിംപിളി നിങ്ങൾ എന്ത് പറഞ്ഞാൽ മതി, ഡിസ്പേർഷൻ, പ്രകാശ പ്രകീർണനമാണ് ഇവിടെ സംഭവിക്കുക. എന്താ സംഭവിക്കുക? പ്രകാശ പ്രകീർണനം അഥവാ ഡിസ്പേർഷൻ. ധവളപ്രകാശം അഥവാ വൈറ്റ് ലൈറ്റ് അല്ലെങ്കിൽ കോമ്പോസിറ്റ് ലൈറ്റ് കോൺസ്റ്റുവന്റ് കളേഴ്സ് ആയി സ്പ്ലിറ്റ് ആവുന്ന പ്രതിഭാസമാണ് ഡിസ്പേർഷൻ എന്ന് പറയുക. ധവളപ്രകാശം അല്ലെങ്കിൽ സമന്വത പ്രകാശം ഘടകവർണ്ണങ്ങളായി വേർതിരിയുന്ന പ്രതിഭാസമാണ് പ്രകാശ പ്രകീർണനം എന്ന് പറയുന്നത്. നോക്കടാ, ഈ സൺലൈറ്റ് ഡിഫറെന്റ് കളേഴ്സ് ആയി മാറുന്നില്ല. യെസ്, ഡിസ്പേർഷൻ സംഭവിക്കുന്നു. രണ്ടാമത് നടക്കുന്ന ഇന്റേണൽ റിഫ്ലക്ഷൻ ആണ്, ആന്തര പ്രതിപതനം. അകത്ത് തട്ടി തിരിച്ചു വരുന്നു, ഇന്റേണൽ റിഫ്ലക്ഷൻ നടക്കുന്നു. മൂന്നാമത് നടക്കുന്ന പ്രതിഭാസം എന്താണ്? റിഫ്രാക്ഷൻ. ഇവിടെ അപവർത്തനം നടന്ന് പുറത്തോട്ട് വരുന്നു. നിങ്ങൾ ശ്രദ്ധിക്കുക, പുറത്തു വരുന്ന നിറങ്ങളിൽ മുകളിലുള്ളത് എന്താണ്? വയലറ്റ് ആണ്. താഴെയുള്ളത് എന്തായിരിക്കും? റെഡ് ആയിരിക്കും. സാധാരണ ഒരു മഴവില്ലിൽ മുകളിൽ റെഡും താഴെ വയലറ്റുമാണ്. പക്ഷെ ഇവിടെ എന്താണ്? ഇവിടെ മുകളിൽ വയലറ്റും താഴെ റെഡും ആയിരിക്കും എന്ന കാര്യം മനസ്സിൽ ഉറപ്പിക്കുക, പഠിച്ചു വെക്കുക. ദിസ് ഈസ് ഇമ്പോർട്ടൻറ്റ്. ഇനി നമ്മളൊരു എയ്റോപ്ലെയിനിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഏത് ഷേപ്പിലായിരിക്കും മഴവില്ല് കാണുക? സർക്കുലർ ഷേപ്പിലായിരിക്കും, വൃത്താകൃതിയിലായിരിക്കും. സർക്കുലർ ഷേപ്പിലായിരിക്കും, വൃത്താകൃതിയിലായിരിക്കും മഴവില്ല് കാണുക. ഇതും മനസ്സിലങ്ങ് ഉറപ്പിക്കേണ്ടതാണ്, പഠിക്കേണ്ട ചോദ്യമാണ്. സെറ്റ്. മുന്നോട്ട് പോകുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. ഞാൻ 100 അല്ല 150 അല്ല 1000% ഉറപ്പ് പറയുന്നു, ഇതേ പാറ്റേണിൽ ഇവിടെയുള്ള വാല്യൂസ് മാറുമെന്നല്ലാതെ ഇതേ പാറ്റേണിൽ ഒരു ചോദ്യം എൻ്റെ അനിയന്മാരും അനിയത്തിമാരും കാണും. ട്രസ്റ്റ് മീ ഗൈസ്, ഇതേ പാറ്റേണിൽ ഒരു ചോദ്യം നിങ്ങൾ ഓരോരുത്തരും കാണാൻ പോവുകയാണ്. ഞാൻ വാക്ക് തരുന്നു, ചോദ്യമുണ്ട്. ഇതേ പാറ്റേണിൽ ഒരു ചോദ്യം നാളത്തെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിനകത്തുണ്ട്. ഒരു സംശയവും നിങ്ങൾക്ക് വേണ്ട, ചോദ്യമുണ്ട്. അതിൽ വാല്യൂസ് മേ ബി മാറാം, അല്ലാതെ കോൺസെപ്റ്റ് ഒരിക്കലും മാറില്ല. ഇൻ എ ഹൗസ് 4 lamps, 4 ലാമ്പുകളുണ്ട് അഥവാ 4 ലാമ്പുകളുണ്ട്, 4 ബൾബുകളുണ്ടെന്ന് വിചാരിക്കുക. ഓരോന്നും 60 വാട്ട് വീതമാണുള്ളത്. 3 മണിക്കൂറാണ് ഒരു ദിവസം അവ പ്രവർത്തിക്കുന്നത്. ഇൻ എ ഹൗസ് 4 lamps of 60 watt are used for 3 hours in a day. 6 lamps of 40 watt used 4 hours in a day. പിന്നെ 6 ബൾബുകളുണ്ട്, അവയുടെ പവർ എന്ന് പറഞ്ഞാൽ 40 വാട്ടാണ്. അവ പ്രവർത്തിക്കുന്നത് 4 മണിക്കൂറാണ് ഒരു ദിവസം. എങ്കിൽ കാൽക്കുലേറ്റ് ദ ടോട്ടൽ എനർജി കൺസ്യൂംഡ് ബൈ ദം ഇൻ 30 days. എങ്കിൽ 30 ദിവസത്തിൽ കൺസ്യൂം ചെയ്യുന്ന വൈദ്യുത ഊർജ്ജം എത്രയാണെന്ന് കണക്കാക്കണം. അതായത് മക്കളെ മനസ്സിലാക്കുക, 4 ബൾബുകൾ 60 വാട്ട് വീതമാണ്, 3 മണിക്കൂറാണ് ഒരു ദിവസം പ്രവർത്തിക്കുന്നത്. 6 ബൾബുകൾ 40 വാട്ട് വീതമാണ്, 4 മണിക്കൂറാണ് ഒരു ദിവസം പ്രവർത്തിക്കുന്നത്. എങ്കിൽ ഒരു മാസം വിനിയോഗിക്കപ്പെടുന്ന വൈദ്യുത ഊർജ്ജം എത്രയാണ്, ഒരു മാസം കൺസ്യൂം ചെയ്യുന്ന ഇലക്ട്രിക് എനർജി എത്രയാണ് എന്നാണ് കണ്ടുപിടിക്കാൻ പറയാം. ഇതല്ലാതെ വേറൊരു ചോദ്യം വരുമ്പോൾ ബൾബിന് പകരം ചിലപ്പോൾ മിക്സിയോ ഗ്രൈൻഡറോ ഫ്രിഡ്ജോ അങ്ങനെ മാറുക മാത്രമേ ഉള്ളൂ, വേറെ ഒന്നും മാറില്ല. റൈറ്റ്, ഇവിടെ രണ്ടും ബൾബുകളാണ്. ചിലപ്പോൾ ബൾബും മിക്സിയും തരും, ബൾബും ഗ്രൈൻഡറും പറയും, ലൈക്ക് അങ്ങനെയുള്ള അയൺ ബോക്സ് പറയും. സോ അങ്ങനെയുള്ള വ്യത്യാസം മാത്രമേ ഉണ്ടാവത്തുള്ളൂ കേട്ടോ. ഇത്തരം ഒരു ചോദ്യം പ്രൊസീഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന ഫോർമുല തന്നെയാണ്. ഇവിടെ ഒന്നിൽ കൂടുതൽ ഉപകരണങ്ങൾ വ്യത്യസ്തമായ സമയത്ത് പ്രവർത്തിക്കുന്നതിനാൽ തന്നെ എനർജിയുടെ ഫോർമുല സിംപ്ലി ഞാൻ പറഞ്ഞുതരാം. എനർജി ഈക്വൽ ടു N1 P1 T1 പ്ലസ് N2 P2 T2 ഡിവൈഡഡ് ബൈ 1000. ഏറ്റവും ലളിതമായ ഫോർമുലയാണ്. സോ ഒരു ദിവസത്തെ എനർജിയാണ് നമ്മൾ ആദ്യം, ഡേ, അതാണ് ഡി എന്ന് പറയുന്ന ഒരു ദിവസത്തെ വൈദ്യുതോർജ്ജമാണ് കണക്കാക്കുന്നത്. N1 എന്ന് പറഞ്ഞാൽ ആദ്യം നമ്മൾ 4 ബൾബുകൾ നോക്കടാ, 4 ബൾബുകൾ 60 വാട്ട് 3 മണിക്കൂർ പ്രവർത്തിക്കുന്നു, ശരിയല്ലേ? 4 ബൾബുകൾ 60 വാട്ട് 3 മണിക്കൂറാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ എങ്ങനെ എഴുതാം? N1 പകരം എന്ത് കൊടുക്കാം? 4 എന്ന് കൊടുക്കാം. പവർ എത്രയാണ്? 60 വാട്ട്. അപ്പൊ 60 എന്ന് കൊടുക്കാം. എത്ര മണിക്കൂറാ പ്രവർത്തിക്കുക? T1 പകരം 3 മണിക്കൂർ, അപ്പോൾ 3 പ്ലസ്. രണ്ടാമത്തെ കേസ് ശ്രദ്ധിക്കടാ, 6 ബൾബുകൾ ഉണ്ട്. സോ N2 പകരം 6 എന്ന് കൊടുത്തു. അവയുടെ പവർ P2 എത്രയാണ്? 40 വാട്ടാണ്. ഇൻറ്റു സമയം എത്രയാണ്? സമയം 4 മണിക്കൂറാണ് പ്രവർത്തിക്കുന്നത്, ഡിവൈഡഡ് ബൈ 1000. കൃത്യമായിട്ട് മനസ്സിലായില്ല? ഒരു തരി സംശയം എൻ്റെ അനിയന്മാർക്കും അനിയത്തിമാർക്കും ഇല്ലാലോ? ഇത് സോൾവ് ചെയ്യുമ്പോൾ ഒരു ദിവസത്തെ എനർജി കൺസപ്ഷൻ എന്ന് പറഞ്ഞാൽ 1.68 കിലോ വാട്ട് അവർ ആണ് കിട്ടുക. 1.68 കിലോ വാട്ട് അവർ ആണ് ഒരു ദിവസത്തെ ഊർജ വിനിയോഗം. വൈദ്യുത ഊർജം ഒരു ദിവസം എത്രത്തോളം കൺസ്യൂം ചെയ്യുന്നുണ്ട്? 1.68 കിലോ വാട്ട് അവർ ആണ്. എങ്കിൽ ഒരു മാസത്തെ എത്രയായിരിക്കും? ലളിതമായി കണ്ടുപിടിക്കാൻ സാധിക്കും. ഒരു മാസത്തെ എന്താ മക്കളെ പരിപാടി? ഒരു ദിവസത്തെ ഇൻറ്റു എത്ര കൊണ്ട് കുടിക്കണം? ഒരു മാസം 30 ദിവസം ആവറേജ് എടുത്തു കഴിഞ്ഞാൽ എത്രയാണ് ഉത്തരം കിട്ടുക? 50.4 കിലോ വാട്ട് അവർ.
അല്ലെങ്കിൽ 50.4 യൂണിറ്റ് എന്നും പറയാം. 1 കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞാൽ 1 യൂണിറ്റ് ആണ്. സോ 50.4 യൂണിറ്റ് എന്ന് പറഞ്ഞാലും കൃത്യമായ ഉത്തരമാണ്, ശരിയായ ഉത്തരമാണ്. റൈറ്റ്. ചിലപ്പോൾ കറണ്ട് ബില്ല് ചോദിക്കാം. 1 കിലോ വാട്ട് അവറിന് 3 രൂപയാണെങ്കിൽ കറണ്ട് ബിൽ എത്രയെന്ന് ചോദിക്കും. അപ്പൊ ഇൻറ്റു 3 ചെയ്താൽ മതി. സോ ആ രീതിയിലൊക്കെ ചോദ്യം വരാം. കോൺഫിഡന്റ് ആയിരിക്കുക, നല്ലതേ നടക്കും. റെഡി, മുന്നോട്ട് പോവാം. വെട്രി നിശ്ചയം, നല്ലതേ നടക്കും. മുന്നോട്ട് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യൻ എല്ലാ അനിയന്മാർക്കും അനിയത്തിമാർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഇതേ പാറ്റേണിൽ ട്രസ്റ്റ് മീഡാ ഒരു ചേട്ടനായിട്ട് പറയുകയാണ്, ഇതേ പാറ്റേണിൽ ഒരു ചോദ്യം വരാൻ വളരെയധികം പോസിബിലിറ്റി ഉണ്ട്. എന്റെ മനസ്സ് പറയുന്നു വരും എന്ന കാര്യം. സോ പ്രിപ്പയർ ചെയ്യുക. നെക്സ്റ്റ് വൺ. ഇത് അടുത്ത ചാപ്റ്ററിൽ നിന്നാണ്. നിങ്ങൾക്ക് അറിയുന്ന ചാപ്റ്ററാണ്. നമ്മുടെ സ്വന്തം 5ാമത്തെ ചാപ്റ്റർ എന്നുള്ള ചോദ്യമാണ്. എനർജി കൺസെപ്ഷൻ ഓറിയന്റഡ് ആയ ചോദ്യമാണ്. ജൂൾസ് ലോ അടിസ്ഥാനമാക്കിയുള്ള ഒരു ചോദ്യമാണ്. ജൂൾസ് ലോന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു ചോദ്യമാണ്. എല്ലാവരും ശ്രദ്ധിക്കുക. ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻ നമുക്ക് പ്രൊസീഡ് ചെയ്യാൻ സാധിക്കും. എന്തൊക്കെയാണ് ചോദ്യത്തിനകത്ത് കാണുന്നത്? 2 സർക്യൂട്ടുകളുണ്ട്. 2 സർക്യൂട്ടുകൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. രണ്ടിലും നമ്മൾ സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് തുല്യമാണ്, 230 വോൾട്ട് ആണ്. പക്ഷെ കറണ്ട് വ്യത്യാസമാണ്. ഒന്നാമത്തതിൽ 2 ആംപിയറും രണ്ടാമത്തതിൽ 2.5 ആംപിയറുമാണുള്ളത്. സോ 2 റെസിസ്റ്റർ ഉണ്ട്. അതാണ് ഇവിടെ ഹീറ്റർ എന്ന് കാണിക്കുന്നത്. 2 റെസിസ്റ്റേഴ്സ് ഇവിടെ കണക്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ചോദ്യത്തിലോട്ട് കിടക്കാം. ഓക്കെ, ഇവിടെ സപ്ലൈ വോൾട്ടേജ് 230 ആണ്. കറണ്ട് 2 ആംപിയറും 2.5 ആംപിയറുമാണ്. കാൽക്കുലേറ്റ് ദ പവർ ഓഫ് ദ ഹീറ്റേഴ്സ് ഇൻ ദ ഫിഗർ. പവർ എത്രയാണെന്ന് കണക്കാക്കണം. ഒന്നാമത്തെ ചോദ്യം, പവർ കണ്ടുപിടിക്കുക. ഓക്കെ, റൈറ്റ്. ഇത് ഒന്നാമത്തെ ഹീറ്റർ എ എന്ന് പറയാം. ഇത് രണ്ടാമത്തെ ബി. പവർ ആണ് കണ്ടുപിടിക്കേണ്ടത്. എ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ വി ഹാവ് ടു ഫൈൻഡ് ദ വാല്യൂ ഓഫ് പവർ. സിമ്പിൾ ആയി കണ്ടുപിടിക്കാതെ പവർ കണ്ടുപിടിക്കാനുള്ള ഫോമുല നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. പി ഈക്വൽ ടു എന്താണ്? വി ഐ ആണ്. സോ ഒന്നാമത്തതിന്റെ ദാറ്റ് ഈസ് പി എ എന്ന് കൊടുക്കാം. വോൾട്ടേജ് എത്രയാണ്? വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ 230 ആണ്. സോ 230 ഇൻറ്റു കറണ്ട് എത്രയാണ്? കറണ്ട് 2 ആണ്. അപ്പൊ 230 ഇൻറ്റു 2 460 വാട്ട് പവർ കിട്ടി. രണ്ടാമത്തെ പി ബി, രണ്ടാമത്തെ സർക്യൂട്ടിന്റെ പവർ ഇതേപോലെ 230 ഇൻറ്റു 2.5, 230 ഇൻറ്റു 2.5 ഇത് വരും. കാരണം അവിടെ കറണ്ട് എത്രയാണ്? 2.5 ആണ് ഉത്തരം. 575 വാട്ട്. 575 വാട്ട്. കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ഒരു തരി സംശയമില്ലാതെ എല്ലാ അനിയന്മാർക്കും അനിയത്തിമാർക്കും മനസ്സിലായില്ലേ? ഹാപ്പി, കോൺഫിഡന്റ് അല്ലേ? കോൺഫിഡന്റ് ആണ്. ദർ ഇസ് എ ബി ക്വസ്റ്റ്യൻ. വിച്ച് ഹീറ്റർ ഹാസ് ഹൈ റെസിസ്റ്റൻസ്? ഏത് ഹീറ്ററിനാണ് കൂടുതൽ പ്രതിരോധമുള്ളത്? പ്രതിരോധം കൂടിയ ഹീറ്റർ ഏതാണ്? മലയാളമൊക്കെ ഉണ്ട് കേട്ടോ. പ്രതിരോധം കൂടിയ ഹീറ്റർ ഏതാണെന്ന് കണ്ടുപിടിക്കാം. സോ ഒന്നാമത്തെ ഹീറ്ററിന്റെ റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാം. ദാറ്റ് ഈസ് ആർ എ കണ്ടുപിടിക്കാം. ഇക്വേഷൻ എല്ലാവർക്കും അറിയാം. റെസിസ്റ്റൻസ് ഈക്വൽ ടു വി ബൈ ഐ അല്ലടാ. സോ ആർ എ ഈക്വൽ ടു എന്ത് വരും? വോൾട്ടേജ് 230 തന്നെയാണ്. കറണ്ട് എത്രയാണ്? ഒന്നാമത്തതിൽ കറണ്ട് 2 ആണ്. അപ്പൊ ഉത്തരം എത്ര വരും? 115 എന്ന് വരും. ശരിയല്ലേ? 115 ഓം എന്ന് കിട്ടും. റൈറ്റ്. ഒന്നാമത്തെ ഹീറ്ററിന്റെ റെസിസ്റ്റൻസ് 115 ഓം ആണ്. ആർ ബി. രണ്ടാമത്തെ ഹീറ്ററിന്റെ റെസിസ്റ്റൻസ് എത്രയായിരിക്കും? ഇതേപോലെ തന്നെ പറയടാ. അതായത് വി ബൈ ഐ ആണ്. അപ്പൊ 230/2.5. സോ 230 ഡിവൈഡഡ് ബൈ 2.5. 230/2.5 എത്രയാണ്? 92 ആണ് കിട്ടുക. 92 ഓം. റൈറ്റ്. കൃത്യമായിട്ട് മനസ്സിലായില്ലേ? ദർ ഈസ് എ സി ക്വസ്റ്റ്യൻ. ഒരു മൂന്നാമത്തെ ചോദ്യം കൂടിയുണ്ട്. ഇഫ് ബോത്ത് ഹീറ്റേഴ്സ് ഓപ്പറേറ്റ് ഫോർ 5 മിനിറ്റ് വിച്ച് ഹീറ്റർ വിൽ പ്രൊഡ്യൂസ് മോർ ഹീറ്റ്? 2 ഹീറ്ററും 5 മിനിറ്റ് വീതം പ്രവർത്തിച്ചാൽ ഏതിലായിരിക്കും കൂടുതൽ താപം ഉൽപ്പാദിപ്പിക്കുക എന്നാണ് ചോദ്യം. വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരട്ടെ. ബേസിക് ലോജിക്. ഹീറ്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ജൂൾസ് ലോ ഉപയോഗിച്ച് ഹീറ്റ് കണ്ടുപിടിക്കേണ്ട ആവശ്യമേ ഇല്ല. കോൺസെപ്റ്റ് മാത്രം വെച്ച് പഠിക്കാൻ സാധിക്കും. ശ്രദ്ധിക്കണം. ഹീറ്റിന്റെ ഇക്വേഷൻ എന്താണ്? ഹീറ്റിന് പല ഇക്വേഷൻ ഉണ്ട്. പക്ഷെ നമ്മൾ ഇവിടെ V²/R×T മാത്രമേ യൂസ് ചെയ്യത്തുള്ളൂ. അതിന്റെ കാരണം ഞാൻ പറഞ്ഞു തരട്ടെ. കാരണം ഇവിടെ രണ്ടിലും കറണ്ട് വ്യത്യസ്തമാണ്. സോ കറണ്ട് ഉൾപ്പെടുന്ന ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കരുത്. ഇവിടെ രണ്ടിലും സെയിം ആയിരിക്കുന്നത് വോൾട്ടേജ് ആണ്. കാരണം രണ്ടിലും 230 വോൾട്ട് ആണ് അപ്ലൈ ചെയ്യുന്നത്. സോ 2 സർക്യൂട്ടിലും വോൾട്ടേജ് ആണ് തുല്യം, കറണ്ട് വ്യത്യസ്തമാണ്. സോ കറണ്ട് ഉൾപ്പെടുന്ന ഫോമുല ഒരു കാരണവശാലും നിങ്ങൾ ഉപയോഗിക്കരുത്. സോ വോൾട്ടേജ് വരുന്ന ഫോമുല ഇത് മാത്രമേ ഉള്ളൂ. പിന്നുള്ളതിൽ കറണ്ട് കൂടി വരും. കാരണം H=VIT, അതിൽ കറണ്ട് ഉണ്ട്. പിന്നെ H=I²RT, അതിൽ കറണ്ട് മാത്രമേ ഉള്ളൂ. സോ വോൾട്ടേജ് മാത്രം വരുന്ന ഫോർമുല ഇത് മാത്രമാണ്. ഇതേ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കത്തുള്ളൂ. കാരണം ഈ പറയുന്ന 2 സർക്യൂട്ടിലും വോൾട്ടേജ് ആണ് സെയിം. മക്കളെ നിങ്ങൾ മനസ്സിലാക്കുക, ഹീറ്റും റെസിസ്റ്റൻസും ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണലാണ്. റെസിസ്റ്റൻസ് കുറയുമ്പോഴാണ് ഹീറ്റ് കൂടുക. കാരണം വോൾട്ടേജ് കോൺസ്റ്റന്റ് ആണ്. റെസിസ്റ്റൻസ് കുറയുമ്പോഴാണ് ഹീറ്റ് കൂടുക. എങ്കിൽ ഏത് ഹീറ്ററിനായിരിക്കും മക്കളെ ഹീറ്റ് ഡെവലപ്മെന്റ് കൂടുതലായിരിക്കുക? ആർക്കാണോ റെസിസ്റ്റൻസ് കുറവ് അവനാണ് ഹീറ്റ് കൂടുതലായിരിക്കുക. ബിക്ക് 92ഉം എക്ക് 115ഉമാണ്. സോ ആർക്കാണ് മക്കളെ? ഒരു സംശയവും വേണ്ട, ഹീറ്റർ
ഹീറ്റർ ബി. കാരണം അവനാണ് റെസിസ്റ്റൻസ് കുറവ്, അവനായിരിക്കും ഹീറ്റ് കൂടുതലായിട്ട് ഉൽപ്പാദിപ്പിക്കുക. ഇത് മനസ്സിലുറപ്പിക്കണം, ഇത് നിങ്ങൾ പഠിക്കണം. ദിസ് ഈസ് വെരി 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 ഇമ്പോർട്ടൻറ്റ്. പഠിക്കേണ്ടതാണ്, മനസ്സിലാക്കി തന്നെ പഠിക്കേണ്ടതാണ്. മുന്നോട്ട് പോവാം. അടുത്ത ചോദ്യം സിമിലർ വേ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഓൾമോസ്റ്റ് സിമിലർ പാരാമീറ്റേഴ്സ് തന്നെയാണ്. ഇവിടെ വാല്യൂസിന് നിങ്ങൾ വലിയ പ്രാധാന്യം കൊടുക്കരുത്, മെത്തേഡ് നിങ്ങൾ മനസ്സിലാക്കി വയ്ക്കുക. അതായത് ഹീറ്റുമായി ബന്ധപ്പെട്ട ചോദ്യം അല്ലെങ്കിൽ പവറുമായി ബന്ധപ്പെട്ട ചോദ്യം 100% ഉറപ്പാണ്. ഹീറ്റ് അല്ലെങ്കിൽ പവറുമായി ബന്ധപ്പെട്ട ചോദ്യം ഈ ചാപ്റ്ററിൽ നിന്ന് 100% ഉറപ്പാണ്. ട്രസ്റ്റ് മീ ഗൈസ്, ചോദിച്ചിരിക്കും. വാക്കാണ് ഏറ്റവും വലിയ സത്യം. മൊയ്തീൻ കാഞ്ചനമലിക്ക് കൊടുത്ത പോലെ പഠിക്കാം. ഒരു ഹീറ്റർ ഉണ്ട്, അതിന്റെ വോൾട്ടേജ് 230 കറണ്ട് 2 ആംപിയർ ആണ്. കഴിഞ്ഞ ചോദ്യം പോലെ തന്നെയാണ്. വലിയ കാൽക്കുലേഷൻ പാർട്ടിൽ നിങ്ങൾ കോംപ്ലിക്കേറ്റഡ് ആവണമെന്ന് പറഞ്ഞിട്ടാണ് സിമിലർ കൈൻഡ് ഓഫ് വാല്യൂസ് ഞാൻ പ്രൊവൈഡ് ചെയ്യുന്നത്. കോൺസെപ്റ്റ് മാത്രം മനസ്സിലാക്കുക. വാട്ട് ഈസ് ദ റെസിസ്റ്റൻസ് ഓഫ് ദ ഹീറ്റർ? സെയിം റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. കാൽക്കുലേറ്റ് ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ് വെൻ ദ ഹീറ്റർ ഓപ്പറേറ്റ് ഫോർ 10 മിനിറ്റ്. 10 മിനിറ്റ് സമയം പ്രവർത്തിച്ചാൽ ഉണ്ടാവുന്ന ഹീറ്റ് എത്രയാണ്? താപം കണ്ടുപിടിക്കണം. അടുത്തത് പവർ കണ്ടുപിടിക്കണം. സോ ഇതാണ് 3 കാര്യങ്ങൾ. ഈ രീതിയിൽ തന്നെയാണ് ചോദ്യം എക്സ്പെക്ട് ചെയ്യുന്നത്. പവർ, ഹീറ്റ്, ഈ രീതിയിൽ ഒരു ക്വസ്റ്റ്യൻ എന്തായാലും നിങ്ങൾ എക്സ്പെക്ട് ചെയ്യണം. മലയാളത്തിലും ചോദ്യമുണ്ട് കേട്ടോ. സെയിം കാര്യമാണ്. ഹീറ്ററിന്റെ പ്രതിരോധം എത്രയാണ്? താപം കണ്ടുപിടിക്കുക, പവർ കണ്ടുപിടിക്കുക. സോ അത് ഞാൻ ഗിവൺ ഡാറ്റ എഴുതി തുടങ്ങട്ടെ. കഴിഞ്ഞ ചോദ്യം പോലെ തന്നെ ഗിവൺ ഡാറ്റ വോൾട്ടേജ് 230 വോൾട്ട് ആണ്. കറണ്ട് എന്ന് പറഞ്ഞാൽ 2 ആംപിയർ ആണ്. റൈറ്റ്, ഓക്കെ. കാൽക്കുലേറ്റ് ദ ഹീറ്റ് പ്രൊഡ്യൂസ്ഡ്. താപമാണ് കണ്ടുപിടിക്കേണ്ടത്. ആദ്യം റെസിസ്റ്റൻസ് കണ്ടുപിടിക്കാമല്ലോ. ഈ ക്വസ്റ്റ്യൻ റെസിസ്റ്റൻസ് അല്ലടാ. സോ ഇക്വേഷൻ നിങ്ങൾക്കറിയാം. R = V/I ആണ്. വോൾട്ടേജ് എത്രയാണ്? 230 ആണ്. കറണ്ട് 2 ആണ്. ഉത്തരം എത്ര വരും? 115 ഓം. നമുക്ക് എന്ത് കിട്ടി? പ്രതിരോധം കിട്ടി. ദർ ഇസ് എ ബി ക്വസ്റ്റ്യൻ. ബി ക്വസ്റ്റ്യനകത്ത് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഹീറ്റ് കണ്ടുപിടിക്കണം. നമുക്ക് ഏത് ഫോർമുല വേണം ഉപയോഗിക്കാം. നിങ്ങളുടെ കൺവീനിയൻസ് ഉപയോഗിച്ച് ഇഷ്ടമുള്ള ഫോർമുല യൂസ് ചെയ്യാം. കാരണം ഹീറ്റിന് 3 ഇക്വേഷൻസ് ഉണ്ട്. H = VIT എന്ന് പറയുന്ന ഫോർമുല യൂസ് ചെയ്യാം. V²/R × T എന്ന് പറയുന്ന ഫോർമുല യൂസ് ചെയ്യാം. അതുപോലെ തന്നെ I² RT എന്ന് പറയുന്ന ഫോർമുല യൂസ് ചെയ്യാം. നിങ്ങളുടെ കൺവീനിയൻസ് ആണ്. കാരണം എല്ലാ പാരാമീറ്റേഴ്സും ഉണ്ട്. Vയും Iയും Tയും ഉണ്ട്. സോ എല്ലാം നമ്മുടെ കൈവശമുണ്ട്. ഡയറക്റ്റ് ആയിട്ട് ഏത് വേണം യൂസ് ചെയ്യാം. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ളത് VIT വെച്ചിട്ട് ഞാൻ പഠിക്കുവാണ് കേട്ടോ. കാരണം സ്ക്വയർ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. സോ H = VIT. വോൾട്ടേജ് നമുക്കറിയാം 230. കറണ്ട് നമുക്കറിയാം 2 ആണ്. സമയം ശ്രദ്ധിക്കണം. 10 മിനിറ്റ് ആണ് പ്രവർത്തിക്കുന്നത്. മിനിറ്റിലല്ല നമ്മൾ സമയം എക്സ്പ്രസ് ചെയ്യുക, സെക്കൻഡിലാണ്. അതിനാൽ തന്നെ എങ്ങനെ എഴുതാം? 10 × 60. സോ 460 × 600 എന്ന് വരും. 460 × 600. 46 × 6 എന്ന് പറഞ്ഞാൽ 276 ആണ്. സോ 276. എത്ര 0 ഇടണം? 3 0 ഇടണം. ജൂൾ. ഇതാണ് ഹീറ്റ്. 276 30 ജൂൾ. 2,76,000 ജൂൾ. ദാറ്റ്സ് ഇറ്റ്. ഹീറ്റ് കിട്ടി. ദർ ഇസ് അനദർ ക്വസ്റ്റ്യൻ. എന്താ അടുത്ത ചോദ്യം? പവർ കണ്ടുപിടിക്കുക. പവർ ഇതേപോലെ തന്നെ കണ്ടുപിടിക്കാം. ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ പവർ കണ്ടുപിടിക്കാം. നോക്കണം. സി പവർ ഈക്വൽ എന്താ ഫോർമുല? VI ആണ്. വോൾട്ടേജ് എത്രയാണ്? വോൾട്ടേജ് നമുക്ക് എല്ലാവർക്കും അറിയാം 230 ആണ്. കറണ്ട് 2 ആണ്. അപ്പൊ 230 × 2 ദാറ്റ് ഈസ് ഈക്വൽ ടു 460 വാട്ട്. അതും കിട്ടിയില്ല. ഗംഭീരമായിട്ട് ആ ചോദ്യവും മനസ്സിലായില്ലേ? ഒരു തരി സംശയം എൻ്റെ അനിയന്മാർക്കും അനിയത്തിമാർക്കും ഇല്ലാതെ മുന്നോട്ട് പോവാം. സോ ഗൈസ്, വി ആർ മൂവിങ് ഫോർവേഡ്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് കിടക്കുന്നു. നിങ്ങളുടെ ഐ തിങ്ക് 4ാമത്തെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. ഞാൻ ഒരേ ഒരു ചോദ്യമേ അതിൽ നിന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. കൂടുതൽ ചോദ്യങ്ങളില്ല. ചിത്രം കാണുമ്പോൾ തന്നെ മനസ്സിലാവും ഏത് ഉപകരണമാണ്. നമ്മൾ ഈ സാധനത്തിനെ കറക്കാൻ വോൾട്ടേജ് സപ്ലൈ ചെയ്യുന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നു. കറണ്ട് കൊടുത്ത് കറക്കുകയാണെങ്കിൽ അതൊരിക്കലും ജനറേറ്റർ അല്ല, അത് മോട്ടറാണ്. സോ ഇത് ഏതാണ് ഉപകരണം? ഇതാണ് നമ്മുടെ സ്വന്തം ഇലക്ട്രിക് മോട്ടർ. ഇത് ഇലക്ട്രിക് മോട്ടറാണ്, സംശയം വേണ്ട. ഇലക്ട്രിക് മോട്ടറാണ് എന്ന കാര്യം മനസ്സിലാക്കുക. ഐഡന്റിഫൈ ദ ഡിവൈസ് ഷോൺ ബിലോ. ദിസ് ഈസ് ആൻ ഇലക്ട്രിക് മോട്ടർ. അതൊരു മോട്ടറാണ് എന്ന കാര്യം അറിയാം. വാട്ട് ഈസ് ദ വർക്കിംഗ് പ്രിൻസിപ്പിൾ? പ്രവർത്തന തത്വം എന്താണ്? മോട്ടോർ പ്രിൻസിപ്പിൾ. മോട്ടോർ തത്വമാണ്. ശരിയല്ലേ? മോട്ടോർ പ്രിൻസിപ്പിൾ ആണ്, മോട്ടോർ തത്വമാണ്. എന്താ മോട്ടോർ തത്വം എന്ന് പറഞ്ഞാൽ? when a current carrying conductor is placed in a magnetic field, it will experience a force. ഒരു വൈദ്യുതി പ്രവഹിക്കുന്ന ചാലകം ഒരു കാന്തിക മണ്ഡലത്തിൽ വെച്ച് കഴിഞ്ഞാൽ അതിനകത്തൊരു ബലം ഏർപ്പെടും. ആ ബലം മൂലമാണ് ഇവിടെ ആർമേച്ചർ കറങ്ങുന്നത്. ഫാനും ഗ്രൈൻഡറും മിക്സിയും എല്ലാം പ്രവർത്തിക്കുന്നത് മോട്ടോർ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചാണ്, മോട്ടോർ തത്വം ഉപയോഗിച്ചാണെന്ന് മനസ്സിലാക്കുക. അടുത്ത്, to rotate the armature in clockwise direction, which terminal of the battery should be connected to the point X? ആർമേച്ചറിനെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറക്കണമെങ്കിൽ എക്സുമായിട്ട് ഏത് ടെർമിനലാണ് കണക്ട് ചെയ്യേണ്ടത്? മക്കളെ, ക്ലോക്ക് വൈസ് ഡയറക്ഷൻ എന്ന് വെച്ചാൽ ഇങ്ങനെയാണ് ആർമേച്ചറിനെ കറക്കേണ്ടത്. ആർമേച്ചറിനെ ഈ ദിശയിൽ കറക്കണമെങ്കിൽ, ക്ലോക്ക് വൈസ് ഡയറക്ഷനിൽ കറക്കണമെങ്കിൽ എക്സുമായിട്ട് ബാറ്ററിയുടെ ഏത് ടെർമിനലാണ് കണക്ട് ചെയ്യേണ്ടത്, അഥവാ കറണ്ട് ഏത് ഡയറക്ഷനിൽ ഒഴുകുന്നു മനസ്സിലാക്കിയാൽ മതി. ഇതിനു വേണ്ടി നമ്മളെ സഹായിക്കുന്ന നിയമം എന്ന് പറഞ്ഞാൽ ഫ്ലെമിങ്സ്
ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. ഫ്ലെമിങ്ങിന്റെ ഇടതുകൈ നിയമമാണ്. ഡയറക്ഷൻ ഓഫ് മോഷൻ കണ്ടുപിടിക്കാൻ ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂളാണ്. ശ്രദ്ധിക്കടാ, തമ്പ് റെപ്രസെന്റ്സ് ഡയറക്ഷൻ ഓഫ് മോഷൻ, ഫോർ ഫിംഗർ റെപ്രസെന്റ്സ് ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ്, മിഡിൽ ഫിംഗർ റെപ്രസെന്റ്സ് ഡയറക്ഷൻ ഓഫ് കറണ്ട്. തള്ളവിരൽ ചലനദിശയെയും നാലാമത്തെ ചൂണ്ടുവിരൽ കാന്തിക മണ്ഡലത്തിന്റെ ദിശയും നടുവിരൽ വൈദ്യുതിയുടെ ദിശയുമാണ് സൂചിപ്പിക്കുക. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ. ഇവിടെ ഇവിടെ ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് കറങ്ങേണ്ടത്. സോ തള്ളവിരൽ മുകളിലോട്ടായിരിക്കണം. മാഗ്നറ്റിക് ഫീൽഡ് ഡയറക്ഷൻ നോർത്തിൽ നിന്ന് സൗത്തിലോട്ട്. യെസ്, നോർത്തിൽ നിന്ന് സൗത്തിലോട്ട്. അപ്പൊ കറണ്ട് നോക്കട ഏത് ദിശയിലാണ്? എന്നെ നോക്കുന്ന ദിശയിൽ. ദാറ്റ് ഈസ് കറണ്ട് ഒഴുകേണ്ടത് എവിടെ നിന്ന് എങ്ങോട്ടാണ്? കറണ്ട് ഒഴുകേണ്ടത് ബിയിൽ നിന്ന് എയിലോട്ടാണ്. കറണ്ട് ഷുഡ് ഫ്ലോ ഫ്രം ബി ടു എ. നമുക്ക് എല്ലാവർക്കും അറിയാം, കറണ്ട് ബി ടു എ ആണെന്ന് പറഞ്ഞാൽ കറണ്ടിന്റെ ഡയറക്ഷൻ എപ്പോഴും പോസിറ്റീവ് ടു നെഗറ്റീവ് അല്ലേ? പോസിറ്റീവ് ടു നെഗറ്റീവ് അല്ലേ? കറണ്ട് ഒഴുകുന്നത് ബിയിൽ നിന്ന് എയിലോട്ടാണെന്ന് പറഞ്ഞാൽ ഇവിടെയുള്ള ടെർമിനൽ എന്തായിരിക്കും? എക്സ് എന്ന് പറഞ്ഞാൽ ഉറപ്പായും നെഗറ്റീവ് ടെർമിനൽ ആണെന്ന് മനസ്സിലാക്കുക. എക്സ് ഷുഡ് ബി നെഗറ്റീവ് ടെർമിനൽ എന്ന് മനസ്സിലാക്കുക. ക്ലിയർ അല്ലേ? കാര്യം മനസ്സിലായോ? കാരണം പോസിറ്റീവ് ടു നെഗറ്റീവ് ആണ് കറണ്ട് ഒഴുകുക, ശരിയല്ലേ? സോ എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കണം? നെഗറ്റീവ് ടെർമിനൽ ആയിരിക്കണം. കാരണം കറണ്ട് ബിയിൽ നിന്ന് എയിലോട്ടാണ്, അതായത് കറണ്ട് എക്സിലോട്ടാണ് വരേണ്ടത്. അപ്പോൾ നെഗറ്റീവ് ടെർമിനൽ ആയിരിക്കണം. കാരണം വൈ പോസിറ്റീവും എക്സ് നെഗറ്റീവും ആണെങ്കിൽ മാത്രമേ ബി ടു എ കറണ്ട് ഒഴുകത്തുള്ളൂ. സോ ഇറ്റ് ഷുഡ് ബി നെഗറ്റീവ് ടെർമിനൽ. അതെന്തായിരിക്കണം? അത് നെഗറ്റീവ് ടെർമിനൽ ആയിരിക്കണം എന്ന കാര്യം മനസ്സിലാക്കുക. കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ഉപയോഗിച്ച് കറണ്ടിന്റെ ഡയറക്ഷൻ കണ്ടുപിടിച്ചു. അത് ബിയിൽ നിന്ന് എയിലോട്ടാണ്. കറണ്ട് ബി ടു എ ഒഴുകണമെങ്കിൽ, അതായത് കറണ്ട് എങ്ങോട്ടാണ് വരുന്നത്? കറണ്ട് ബി ടു എ എന്ന് പറഞ്ഞാൽ കറണ്ട് വരുന്നത് എക്സിലോട്ടാണ്. നമുക്കറിയാം പോസിറ്റീവിൽ നിന്ന് നെഗറ്റീവിലോട്ടല്ലേ കറണ്ട് ഒഴുകുക. സോ കറണ്ട് എക്സിലോട്ട് വരണമെങ്കിൽ എക്സ് എന്ന് പറയുന്ന ഉറപ്പായും നെഗറ്റീവ് ടെർമിനൽ ആയിരിക്കും എന്ന കാര്യം മനസ്സിൽ ഉറപ്പിക്കുക. അടുത്തത്, വാട്ട് ഈസ് ദ നെസസിറ്റി ഓഫ് യൂസിങ് സ്പ്ലിറ്റ് റിംഗ് ഇൻ ദ ഡിവൈസ്? അതായത് മോട്ടറിൽ എന്തിനു വേണ്ടിയിട്ടാണ് സ്പ്ലിറ്റ് റിംഗ് യൂസ് ചെയ്യുക? കറണ്ടിന്റെ ഡയറക്ഷൻ മാറ്റിയിട്ട് സെയിം ഡയറക്ഷനിൽ മോട്ടറിനെ കറക്കാൻ വേണ്ടിയിട്ടാണ് സ്പ്ലിറ്റ് റിംഗ് യൂസ് ചെയ്യുക. അതായത് നിങ്ങളൊന്ന് ആലോചിക്കുക, ഫാൻ ഒരു ഡയറക്ഷനിൽ ഇങ്ങോട്ട് കറങ്ങി, പിന്നെ ഫാൻ ഇങ്ങോട്ട് കറങ്ങി, പിന്നെ ഫാൻ ഇങ്ങോട്ട് കറങ്ങിയാൽ ശരിയാവില്ല. സോ ഈ പറയുന്ന ഡിവൈസുകളെല്ലാം യൂണി ഡയറക്ഷനിൽ റൊട്ടേറ്റ് ചെയ്യാൻ വേണ്ടി കറണ്ടിന്റെ ഡയറക്ഷൻ ചേഞ്ച് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ അതിന് വേണ്ടിയിട്ടാണ് സ്പ്ലിറ്റ് റിംഗ് നമ്മൾ ഉപയോഗിക്കുന്നത്. കാര്യം മനസ്സിലായില്ലേ? അതായത് ഒരേ ഡയറക്ഷനിൽ കറങ്ങാൻ വേണ്ടി വൈദ്യുതിയുടെ ദിശ മാറ്റേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഉപകരണമാണ് സ്പ്ലിറ്റ് റിംഗ് കമ്മ്യൂട്ടേറ്റർ എന്ന് പറയുന്നത്. റൈറ്റ്? ഹാപ്പി, കോൺഫിഡന്റ്? സംശയമില്ലല്ലോ? ഇല്ല എന്ന് വിശ്വസിക്കുന്നു. റൈറ്റ്. അടുത്തത് ട്രാൻസ്ഫോമർ. ഇത് ഞാൻ ഉറപ്പ് പറയുന്നില്ല, കാരണം ചിലപ്പോൾ 6ാമത്തെ ചാപ്റ്ററിൽ നിന്ന് ട്രാൻസ്ഫോമറിൽ നിന്ന് ചോദ്യം വരാത്ത സാഹചര്യം ഉണ്ടാവും. ഇപ്പൊ നിങ്ങളുടെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന അധ്യാപകരിൽ നിന്ന് എനിക്കറിയാൻ സാധിച്ചത് ഹൗസ് ഹോൾഡ് ഇലക്ട്രിഫിക്കേഷൻ വരെയുള്ള ടോപ്പിക്കുകളിൽ നിന്ന് പരീക്ഷയിൽ ചോദ്യം ഉണ്ടാവുമെന്നാണ്. ആ ഒരു എക്സ്പെക്ടേഷനിൽ നിന്നാണ്, ആ ഒരു പ്രതീക്ഷയിലാണ് ഞാൻ ഈ ചോദ്യം ഉൾപ്പെടുത്തിയിരിക്കുന്നത്. വരുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം, വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. റൈറ്റ്. ഐഡിയൽ ട്രാൻസ്ഫോമർ ഉണ്ട്. ഐഡിയൽ ട്രാൻസ്ഫോമർ എന്ന് പറഞ്ഞാൽ പവർ നഷ്ടമില്ലാത്ത ട്രാൻസ്ഫോമർ. പവർ നഷ്ടമില്ലാത്ത ട്രാൻസ്ഫോമർ മലയാളത്തിൽ കറക്റ്റായി കൊടുത്തിട്ടുണ്ട്. അടുത്ത്, അതിന്റെ പ്രൈമറി കോയിലുകളുടെ എണ്ണം 1000 സെക്കൻഡറി കോയിലിൽ 500 ടേൺസ് ഉണ്ട്. പ്രൈമറി വോൾട്ടേജ് 120 എങ്കിൽ സെക്കൻഡറി വോൾട്ടേജ് എത്രയാണ്? എളുപ്പമല്ല? എല്ലാ കാര്യങ്ങളും നൽകിയിട്ടുണ്ട് പാടാമക്കളെ. ഇത്തരം ഒരു ചോദ്യം ട്രാൻസ്ഫോമർ ഉണ്ടെങ്കിൽ ഇത്തരം ഒരു ചോദ്യം എക്സ്പെക്ട് ചെയ്യാം. അതിനു മുമ്പ് ട്രാൻസ്ഫോമറിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ, പ്രവർത്തന തത്വം പറഞ്ഞു വെച്ചോ. മുംബൈ ഇന്ത്യൻസ് അഥവാ മ്യൂച്വൽ ഇൻഡക്ഷൻ ആണ് ട്രാൻസ്ഫോമറിന്റെ പ്രവർത്തന തത്വം പഠിച്ചു വെക്കുക. ശ്രദ്ധിക്കട, പ്രൈമറി കോയിൽ എത്ര ടേൺസ് ഉണ്ട്? നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി എത്രയാണ്? അതെന്ന് പറഞ്ഞാൽ 1000 ആണ്. 1000 ടേൺസ് ആണ് പ്രൈമറിയിലുള്ളത്. അടുത്ത്, നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി എത്രയാണ്? NS എത്രയാണ്? NS ഈക്വൽ ടു 500 ആണ്. നമ്പർ ഓഫ് ടേൺസ് ഇൻ സെക്കൻഡറി എത്രയാണ്? 500 ആണ്. പ്രൈമറി വോൾട്ടേജ് എത്രയാണ്? VP ഈസ് ഈക്വൽ ടു എത്രയാണ്? 120 വോൾട്ട് ആണ് VP എന്ന് പറയുന്നത്. കണ്ടുപിടിക്കേണ്ടത് VS ആണ്. സെക്കൻഡറി വോൾട്ടേജ് ആണ് കണ്ടുപിടിക്കേണ്ടത്. നിസ്സാരമായി കണ്ടുപിടിക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. ശ്രദ്ധിക്കണം, VS ബൈ VP ഈക്വൽ ടു NS ഡിവൈഡഡ് ബൈ NP ആണ്. എങ്കിൽ VS ഈക്വൽ ടു NS ബൈ NP ഇൻറ്റു എന്ത് വരും? VP എന്ന് വരും. NS എത്രയാണ് മക്കളെ? 500 ആണ്. NP എത്രയാണ് മക്കളെ? 1000 ആണ്. ഇൻറ്റു VP എത്രയാണ് മക്കളെ? 120 ആണ്. റൈറ്റ്? വെട്ടിക്കലയേട്ടാ, 1000 500 പോയ 2 120 60 തവണ. സോ ആൻസർ എത്രയാണ്? 60 വോൾട്ട്. ആൻസർ വിൽ ബി 60 വോൾട്ട്. അടുത്തത്, വാട്ട് ഈസ് ദ ഔട്ട്പുട്ട് പവർ ഓഫ് ദ ട്രാൻസ്ഫോമർ? ഔട്ട്പുട്ട് പവർ എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ഇൻപുട്ട് കറണ്ട് 5 ആംപിയർ ആണ്. ഇൻപുട്ട് കറണ്ട് 5 ആംപിയർ ആണെന്ന് അവർ പറയുന്നു. ദാറ്റ് ഈസ് IP എന്ന് പറയുന്ന ഇൻപുട്ട് കറണ്ട് എത്രയാണ്? IP ഈക്വൽ ടു 5 ആംപിയർ. അങ്ങനെയാണെങ്കിൽ ഇൻപുട്ട് പവർ നിസ്സാരമായി കണ്ടുപിടിക്കാലോ. ഇൻപുട്ട് പവർ നിസ്സാരമായി കണ്ടുപിടിക്കാം. പവർ ഇൻപുട്ടിന്റെ ഫോർമുല നിങ്ങൾക്ക് അറിയാം. VP IP ആണ്. നമ്മുടെ കൈവശം ഈ 2 സാധനങ്ങളുണ്ട്. VP എത്രയാണ്? 120 ആണ്. IP എത്രയാണ്? IP എന്ന് പറഞ്ഞു വെച്ചാൽ
5 അവർ പറയുന്നു. സോ 120 × 5 നമുക്ക് ചെയ്താൽ മതി. 120 × 5 എന്ന് വെച്ചാൽ 600 വരിക. റൈറ്റ്, യെസ്, 600 വാട്ടാണ് ഇൻപുട്ട് പവർ. പവർ നഷ്ടമില്ലാത്ത ഐഡിയൽ ട്രാൻസ്ഫോമർ ആയതുകൊണ്ട് ഇൻപുട്ട് പവറും ഔട്ട്പുട്ട് പവറും എന്തായിരിക്കും? തുല്യമായിരിക്കും. അതും 600 വാട്ട് തന്നെയായിരിക്കും. മനസ്സിൽ ഉറപ്പിക്കുക, പഠിച്ചു വെക്കുക. അടുത്തതിലോട്ട് കടക്കുന്നു. ഇതേതാ ഡിവൈസ്? ഒരു സംശയമില്ല, 2 റിങ്ങുകൾ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. സ്ലിപ്പ് റിങ്ങുകളുള്ള ഒരു ഡിവൈസ് ആണ്, ജനറേറ്റർ ആണ്. യെസ്, ദിസ് ഈസ് AC ജനറേറ്റർ. ഏതാണ് മക്കളെ? ഇതാണ് നമ്മുടെ സ്വന്തം AC ജനറേറ്റർ. ഇതാണ് നമ്മുടെ സ്വന്തം AC ജനറേറ്റർ എന്ന് പറയുന്നത്. B ഒക്കെ ഇപ്പൊ തന്നെ പറയട്ടെ. A എന്ന് പറയുന്നതാണ് ബ്രഷസ് ആണ്. B എന്ന് പറഞ്ഞാൽ സ്ലിപ്പ് റിംഗ് ആണ് കേട്ടോ. സ്ലിപ്പ് റിംഗ്, റൈറ്റ്. ഓക്കെ, ഇത്രയും കാര്യം ഓക്കെ അല്ലേ? തർക്കമില്ലാലോ. വിച്ച് ടൈപ്പ് ഓഫ് ഡിവൈസ് ഈസ് ദിസ്? നമുക്കറിയാം. നെയിം ദ പാർട്സ് A and B. അത് ചെയ്തു. ഇതിന്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ കൂടി പറയണം. ഇതിന്റെ പ്രവർത്തന തത്വം എന്താണ്? EMI ആണ്, ഇലക്ട്രോ മാഗ്നറ്റിക് ഇൻഡക്ഷൻ ആണ്. ജനറേറ്ററിന്റെ പ്രവർത്തന തത്വം വൈദ്യുത കാന്തിക പ്രേരണമാണ് എന്ന കാര്യം മനസ്സിലാക്കുക. റൈറ്റ്. അടുത്തത്, വാട്ട് ഫോം ഓഫ് ഇലക്ട്രിസിറ്റി ഈസ് ഒബ്റ്റൈൻഡ് in the external circuit if the armature of this device rotate? Justify your answer. ആർമേച്ചർ കറങ്ങുമ്പോൾ ഉണ്ടാവുന്ന ഇലക്ട്രിസിറ്റി എന്താണ്? ഉറപ്പായും AC ആണ്, നോ ഡൗട്ട്. കാരണം AC ജനറേറ്റർ അല്ലേ. അടുത്ത ക്വസ്റ്റ്യൻ കുറച്ച് ട്വിസ്റ്റഡ് ആണ്, പക്ഷേ ഈസി കോൺസെപ്റ്റ് ആണ്. ഇഫ് ദ ആർമേച്ചർ കെപ്റ്റ് സ്റ്റേഷനറി, ആർമേച്ചർ നമ്മൾ സ്റ്റേഷനറി ആയി വെച്ചിട്ട് ഫീൽഡ് മാഗ്നറ്റ് കറക്കി കഴിഞ്ഞു വെച്ചാൽ ഏത് കൈൻഡ് ഓഫ് ഇലക്ട്രിസിറ്റിയാണ് എക്സ്റ്റേണൽ സർക്യൂട്ടിൽ ഉണ്ടാവുക? നമുക്കറിയാം, ആർമേച്ചർ കറങ്ങിയിട്ട് ഫീൽഡ് മാഗ്നറ്റ് സ്റ്റേഷനറി ആയി വെച്ച് കഴിഞ്ഞാൽ AC ആണ് ഉണ്ടാവുക എന്ന കാര്യം അറിയാം. ഇവിടെ അവർ പറയുന്നത് ആർമേച്ചർ സ്റ്റേഷനറി ആയി വെച്ചിട്ട് ഫീൽഡ് മാഗ്നറ്റ് ആണ് കറക്കുന്നത് എങ്കിൽ ഏത് ഇലക്ട്രിസിറ്റിയാണ് ഉണ്ടാവുക? ഒരു സംശയമില്ല, 2 സാഹചര്യത്തിലും AC തന്നെയാണ്. കാരണം എന്താണ്? ഇവിടെ മാഗ്നറ്റിക് ഫ്ലക്സിൽ മാറ്റം സംഭവിക്കുന്നു, EMF ഇൻഡ്യൂസ് ചെയ്യുന്നു, കറണ്ട് ഒഴുകുന്നു. ആ കറണ്ട് എന്ത് കറണ്ട് തന്നെയാണ്? AC കറണ്ട് തന്നെയാണ്, ഒരു തർക്കവും വേണ്ട. സോ ഈ കേസിലും ഉണ്ടാവുന്ന എന്താണ്? AC ആണെന്ന കാര്യം മനസ്സിലാക്കുക. ഔട്ട്പുട്ട് ഗ്രാഫ് നിങ്ങൾ പഠിച്ചിരിക്കണം. ഇറ്റ് വിൽ ബി ലൈക്ക് ദിസ്. AC ആയതുകൊണ്ട് നാഗവല്ലിയാണ്. റൈറ്റ്. ടൈം, EMF, ഒരു ഹാഫ് പോസിറ്റീവ്, അടുത്ത ഹാഫ് നെഗറ്റീവ്, ദെൻ പോസിറ്റീവ്, ദെൻ നെഗറ്റീവ്. റൈറ്റ്, ക്ലിയർ അല്ലേ? പഠിച്ചു വെക്കാനേടാ. നെക്സ്റ്റ് വൺ, ഇത് നിങ്ങളുടെ 1ാമത്തെ ചാപ്റ്ററുമായി ബന്ധപ്പെട്ട ചോദ്യമാണ്. 2 ക്വസ്റ്റ്യൻസേ ഉള്ളൂ. കഴിഞ്ഞു, സിമ്പിളാണ്. കഴിഞ്ഞതിൽ ആ ചാപ്റ്ററിന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. 20% ക്വസ്റ്റ്യൻസ് മാത്രമേ ഫസ്റ്റ് ടെർമിനൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യേണ്ട കാര്യമുള്ളൂ. സോ ഇത് ചോദിക്കാൻ സാധ്യതയുണ്ട് കേട്ടോ. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ കംപ്രഷൻ ആൻഡ് അഡ്ജസൻറ്റ് റിഫ്രാക്ഷൻ ഓഫ് എ സൗണ്ട് ഈസ് 1.75 meter. This wave take 2 seconds to travel a distance of 1400 meter. മലയാളം ഉണ്ട്. ഒരു ശബ്ദത്തിന്റെ ഉച്ചമർദ്ദ മേഖലയും തൊട്ടടുത്തുള്ള നീചമർദ്ദ മേഖലയും തമ്മിലുള്ള അകലം 17.5 സെന്റിമീറ്റർ ആണെന്നാണ് പറയുന്നത്. ഓക്കെ, അടുത്തത്, ഈ തരംഗം 1400 മീറ്റർ ദൂരം സഞ്ചരിക്കാൻ 2 സെക്കൻഡ് എടുക്കുന്നു എന്ന് പറയുന്നു. ഇതിന്റെ തരംഗദൈർഘ്യം അഥവാ വേവ് ലെങ്ത് എത്രയാണ്? ആവൃത്തി അഥവാ ഫ്രീക്വൻസി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നിസ്സാരമായി കണ്ടുപിടിച്ചാലോ? സിമ്പിളായി കണ്ടുപിടിക്കാം. ആദ്യം ഒരു കാര്യം അവർ പറഞ്ഞിരിക്കുന്നത്, ഒരു കംപ്രഷനും റിഫ്രാക്ഷനും തമ്മിലുള്ള ദൂരമാണ് നൽകിയിരിക്കുന്നത്. ആക്ച്വലി ഇത് വേവ് ലെങ്ത് അല്ല. വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ 2 കോൺസിക്യൂട്ടീവ് കംപ്രഷൻ അല്ലെങ്കിൽ റിഫ്രാക്ഷൻ ഇടയിലുള്ള ദൂരമാണ്. ഇവിടെ ഒരു കംപ്രഷനും ഒരു റിഫ്രാക്ഷനും ഇടയിലുള്ള ദൂരമാണ് നൽകിയിരിക്കുന്നത്. അതൊരിക്കലും വേവ് ലെങ്ത് അല്ല, അത് വേവ് ലെങ്ത്തിന്റെ പകുതിയാണ്. സോ ചോദ്യത്തിൽ നൽകിയിരിക്കുന്ന ദൂരം എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത് അല്ല, വേവ് ലെങ്ത്തിന്റെ പകുതി അഥവാ λ/2 ആണ് അവർ നൽകിയിരിക്കുന്നത്. അത് 17.5 സെന്റിമീറ്റർ എന്ന് പറയുന്നു. അപ്പൊ λ ഈക്വൽ എന്ത് പറയാം? 17.5 × 2 എന്ന് പറയാം, which is equal to 35 സെന്റിമീറ്റർ. മീറ്ററിലോട്ട് മാറ്റുമ്പോൾ 0.35 മീറ്റർ. അത് ആദ്യം കിട്ടി. അടുത്ത നെക്സ്റ്റ് വൺ എന്താ പറയുന്നത്? വി ഹാവ് ടു ഫൈൻഡ് ദ ഫ്രീക്വൻസി. ഇത് A ക്വസ്റ്റിന്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ വേവ് ലെങ്ത്, B ക്വസ്റ്റൻ എന്ന് പറഞ്ഞാൽ ഫ്രീക്വൻസി ആണ് കണ്ടുപിടിക്കുന്നത്. ഫ്രീക്വൻസി കണ്ടുപിടിക്കുന്ന ഫോമുലയൊക്കെ നിങ്ങൾക്ക് അറിയാം. എന്താ മക്കളെ ഫോമുല? ദാറ്റ് ഈസ് നമുക്കറിയുന്ന ഫോമുലയാണ് V = ന്യൂ ലാംഡ. അപ്പൊ ന്യൂ = V/λ ആണ്. പക്ഷെ നമ്മുടെ കയ്യിൽ എന്തില്ല? സ്പീഡില്ല. സ്പീഡ് കണ്ടുപിടിക്കാൻ അവർ ഡാറ്റ പറയുന്നു, സ്പീഡ് = ഡിസ്റ്റൻസ് ഡിവൈഡഡ് ബൈ ടൈം അല്ലടാ. ആ വേവ് ട്രാവൽ ചെയ്ത ദൂരം എത്രയാണെന്ന് അവർ പറയുന്നുണ്ട്. 1400 മീറ്റർ 2 സെക്കൻഡിൽ. സോ 1400 ഡിവൈഡഡ് ബൈ 2, ഉത്തരം എത്രയാടാ? 700 അല്ലടാ. സോ 700 മീറ്റർ/സെക്കൻഡ്. നമുക്ക് എന്ത് കിട്ടി? നമുക്ക് സ്പീഡ് കിട്ടി 700 മീറ്റർ/സെക്കൻഡ് എന്ന്. ഇനി നമുക്ക് എന്താണ് പിടിക്കാം? ഫ്രീക്വൻസി കണ്ടുപിടിക്കാം. എളുപ്പമല്ലേ? സോ ന്യൂ = V/λ ആണ്. ദാറ്റ് ഈസ് 700 ഡിവൈഡഡ് ബൈ എന്ത് വരും? 0.35 എന്ന് വരും. ഞാൻ മുകളിലും താഴെ 100 കൊണ്ട് ഗുണിക്കുകയാണ്. ദാറ്റ് ഈസ് 7000 /35 എന്ന് വരും. വെട്ടിക്കളയട്ടെ, 35ഉം 70ഉം 2 തവണ. സോ ഉത്തരം എത്രയാണ് മക്കളെ കിട്ടുക? ഫ്രീക്വൻസി = 2000 ഹെർട്സ്. ഫ്രീക്വൻസി = 2000 ഹെർട്സ് എന്ന് കിട്ടും. വളരെ ലളിതമായ ചോദ്യമാണ്. കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക, കണ്ണുമടച്ച് പഠിക്കുക, ഈ ഫോമുലാസ് മനസ്സിലാക്കി വെക്കുക. ഈ ഫോമുലാസ് ഓറിയന്റഡ് ആയ ക്വസ്റ്റ്യൻ ഏത് രീതിയിലും ട്വിസ്റ്റഡ് ആയി ചോദിക്കാം. ഇതേ പാരാമീറ്റേഴ്സ് തന്നെ വേണമെന്നില്ല, പക്ഷേ ഈ ഫോമുലാസ് കൃത്യമായി മനസ്സിലാക്കുക, പഠിക്കുക. അടുത്ത ചോദ്യം,
നെക്സ്റ്റ് വൺ, ഇതൊരു ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആയിട്ട് തന്നിരിക്കുക. 11ാമത്തെ ചോദ്യം എന്ന രീതിയിലാണ് ഞാൻ നൽകിയിരിക്കുന്നത്. ആക്ച്വലി കഴിഞ്ഞ ഓണപരീക്ഷയിൽ നിങ്ങൾക്ക് ചോദിച്ചത് ടെലിസ്കോപ്പ് ആയിരുന്നു. സോ എൻ്റെ മനസ്സ് പറയുന്നു ക്രിസ്മസ് പരീക്ഷയിൽ കോമ്പൗണ്ട് മൈക്രോസ്കോപ്പ് ചോദിക്കുമെന്ന്. അതുകൊണ്ടാണ് കോമ്പൗണ്ട് മൈക്രോസ്കോപ്പുമായി ബന്ധപ്പെട്ട ചോദ്യം ഞാൻ നൽകിയിരിക്കുന്നത്. 2 ലെൻസുകളുണ്ട്. കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിന്റെ കംപ്ലീറ്റ് ആയിട്ട് ഇമേജ് ഫോർമേഷൻ വരയ്ക്കാനും ആ ഇമേജിന്റെ ഫീച്ചേഴ്സ് എഴുതാനുമാണ്. സോ 2 ലെൻസുകളുണ്ട്, ഐ പീസും ഉണ്ട്, ഒബ്ജക്റ്റീവ് ഉണ്ട്. കണ്ണിനടുത്ത് വയ്ക്കുന്ന ലെൻസ് ഐ പീസും വസ്തുവിനടുത്ത് വയ്ക്കുന്ന ലെൻസ് ഒബ്ജക്റ്റീവ് ആണ് എന്ന കാര്യം മനസ്സിലാക്കുക. ഓക്കെ, ആ തിയറിയാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഒബ്ജക്റ്റീവ് എന്താണ്, ഐ പീസ് എന്താണ് എന്ന കാര്യമാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ നിങ്ങൾ മനസ്സിലാക്കുക, ഐ പീസിന്റെ ഫോക്കൽ ലെങ്ത് ഒബ്ജക്റ്റീവിന്റെ ഫോക്കൽ ലെങ്ത്തിനേക്കാളും കൂടുതലായിരിക്കും. ഐ പീസിന്റെ ഫോക്കൽ ലെങ്ത് ഒബ്ജക്റ്റീവിന്റെ ഫോക്കൽ ലെങ്ത്തിനേക്കാളും കൂടുതലായിരിക്കും എന്ന കാര്യം മനസ്സിലാക്കുക. ഇമേജ് ഫോർമേഷൻ, ഈ ചിത്രമാണ് സ്ഥിരമായി കാണാറുള്ളത്. ഞാൻ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയ ഒരു ചിത്രം ഇതിനു വേണ്ടി നിങ്ങൾക്ക് വേണ്ടി നൽകുന്നുണ്ട്. ഒന്ന് കുറച്ചുകൂടി ക്ലാരിറ്റി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ശ്രദ്ധിച്ച് മനസ്സിലാക്കുക. ഈ കാണുന്ന, ഒന്ന് സൂം ചെയ്യട്ടെ ഞാൻ. ഓക്കെ, റൈറ്റ്. ഇവിടെ 2 ലെൻസുകൾ എൻ്റെ അനിയന്മാർക്കും അനിയത്തിമാർക്കും കാണാൻ സാധിക്കും. ഇതാണ് ഒബ്ജക്റ്റീവ്, ഇതാണ് ഐ പീസ്. സോ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ കുഞ്ഞു ലെൻസും ഐ പീസ് എന്ന് പറഞ്ഞാൽ വലിയ ലെൻസുമാണ്. അതിനാലാണ് പറയുന്നത് ഐ പീസിന് ഫോക്കൽ ലെങ്ത് കൂടുതലും ഒബ്ജക്റ്റീവ് എന്ന് പറയുന്ന ഈ കുഞ്ഞു ലെൻസിന് ഫോക്കൽ ലെങ്ത് കുറവുമാണെന്ന് പറയാനുള്ള റീസൺ അത് തന്നെയാണ്. ക്ലിയർ അല്ലേ? ലെൻസ് കൃത്യമായിട്ട് വിസിബിൾ അല്ലെങ്കിൽ ഞാനൊന്ന് പെയിന്റ് അടിച്ച് വേണേൽ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ലെൻസ് കേട്ടോ. പെയിന്റ് അടിച്ച് വേണേൽ കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ ലെൻസ്. 2 ലെൻസുകൾ ഇനിയെങ്കിലും ഒന്ന് കൃത്യമായിട്ട് കാണാം. ദീസ് ആർ ദ 2 ലെൻസസ്. ഫൈൻ. ഓക്കെ, ഒബ്ജക്റ്റീവും ഐ പീസും കാണാൻ പറ്റുന്നില്ലേ? ഒബ്ജക്റ്റീവ് കുഞ്ഞു ലെൻസും ഐ പീസ് വലിയ ലെൻസുമാണ്. അതിന് കാരണം ഐ പീസിന് ഫോക്കൽ ലെങ്ത് കൂടുതലും ഒബ്ജക്റ്റിന് ഫോക്കൽ ലെങ്ത് കുറവുമാണ്. റൈറ്റ്. ഈ കാണുന്നതാണ് നമ്മുടെ ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഒരു മെഴുകുതിരി പോലെ കാണുന്നുണ്ടടാ. ഞാൻ സൂം ചെയ്യുമ്പോൾ എനിക്ക് അവിടെ വിസിബിൾ ആവുന്നില്ല, അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഒരു മെഴുകുതിരി പോലെ കാണുന്നുണ്ട്. ഇതാണ് നമ്മുടെ ഈ കുഞ്ഞു മെഴുകുതിരിയാണ് ഒബ്ജക്റ്റ്. റൈറ്റ്, ഈ കുഞ്ഞു മെഴുകുതിരിയാണ് ഒബ്ജക്റ്റ്. സോ ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവിന്റെ ഒബ്ജക്റ്റ്. അത് വെച്ചിരിക്കുന്നത് ഒബ്ജക്റ്റീവിന്റെ ഫോക്കസിന് പുറകിലാണ്. ഫോക്കസിന് പുറകിൽ ഒബ്ജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഇമേജ് ഉറപ്പായും ഒരു റിയലും ഇൻവേർട്ടഡും ലാർജുമായ ഇമേജ് ആയിരിക്കും. ഇതാ 1ാമത്തെ ലൈറ്റ് റേ വരുന്നു പാരലലി, അവൻ നേരെ ഫോക്കസിലൂടെ കടന്നു പോകുന്നു. 2ാമത്തെ ലൈറ്റ് റേയും അതുപോലെ തന്നെ വരുന്നു. അവ രണ്ടും കൂടി കൂട്ടിമുട്ടുന്ന സ്ഥാനത്ത് നമ്മുടെ എന്തുണ്ടാവും? ഇമേജ് ഉണ്ടാവും. ഇതാണ് നമ്മുടെ ആരുടെ ഇമേജ്? ഒബ്ജക്റ്റീവിന്റെ ഇമേജ് ആണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാണുന്നില്ലെങ്കിൽ ഞാൻ ഒന്ന് ഡാർക്കാക്കാം. മക്കളെ മനസ്സിലാക്കുക, ഇതാണ് നമ്മുടെ ഒബ്ജക്റ്റീവിന്റെ ഇമേജ് എന്ന് പറയുന്നത്. ദിസ് ഈസ് ദ ഇമേജ് ഓഫ് ദ ഒബ്ജക്റ്റീവ്. ഈ കാണുന്നതാണ് ഒബ്ജക്റ്റീവിന്റെ ഇമേജ് എന്ന് പറയുന്നത്. ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഇതാണ് ഒബ്ജക്റ്റീവ് ലെൻസ്. അവിടെ ഒബ്ജക്റ്റ് വെച്ചിരിക്കുന്ന ഫോക്കസിന് പുറകിലാണ്. സോ ഉറപ്പായും ഇമേജ് ഉണ്ടാവുന്നത് റിയലും ഇൻവേർട്ടഡും ലാർജും ആയിരിക്കും. ഇതാ റിയൽ ഇമേജ് ഉണ്ടായി. ആ ഇമേജ് ഉണ്ടായിരിക്കുന്നത് എവിടെയാണ്? ഐ പീസ് എന്ന് പറയുന്ന ലെൻസിന് ഫോക്കസിന് അകത്താണ്. ഐ പീസിന്റെ ഫോക്കസിന് അകത്താണ് ആ ഇമേജ് അഥവാ ആ പ്രതിബിംബം ഉണ്ടായിരിക്കും. മക്കളെ നിങ്ങൾ മനസ്സിലാക്കുക, ഐ പീസിന്റെ ഫോക്കസിനും ഒപ്റ്റിക് സെന്ററിനും ഇടയിലാണ് ആ ഇമേജ് ഉണ്ടായിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ തിരിച്ചറിയണം, ഈ ഇമേജ് ഉണ്ടല്ലോ അഥവാ ഒബ്ജക്റ്റീവിന്റെ ഇമേജ് ഉണ്ടല്ലോ, അത് ഐ പീസിന്റെ ഒബ്ജക്റ്റ് ആയിട്ടാണ് ആക്ട് ചെയ്യുക. ഒബ്ജക്റ്റീവിന്റെ പ്രതിബിംബം ഐ പീസിന്റെ വസ്തുവായിട്ടാണ് ആക്ട് ചെയ്യുക. അപ്പൊ ഇതിന്റെ ഫൈനൽ ഇമേജ് ഫോർമേഷൻ നമുക്ക് വരയ്ക്കാം. വളരെ സിമ്പിൾ ആയിട്ടാണ് ഞാൻ പറഞ്ഞുതരാം. ശ്രദ്ധിക്കണം, ആ കോൺസെപ്റ്റ് മനസ്സിലാക്കുക. 1ാമത്തെ ലൈറ്റ് റേ പാരലലി പോയി, അവൻ ഫോക്കസിലൂടെ കടന്നുപോയി ഐ പീസിന്റെ. 2ാമത്തെ ലൈറ്റ് റേ ഒപ്റ്റിക് സെന്ററിലൂടെ കടന്നുപോയി. ഈ 2 ലൈറ്റ് റേസിന്റെയും പ്രത്യേകത എന്താണ്? രണ്ടും അകന്നു പോകുന്ന പ്രകാശരശ്മികളാണ്. സോ നമ്മൾ ഈ പോയിന്റിൽ നോക്കുന്ന സമയത്ത് ഈ 2 ലൈറ്റ് റേസും ഒരു കോമൺ പോയിന്റിൽ നിന്ന് വരുന്നത് പോലെ തോന്നുന്നു. ഇതാണ് ആ കോമൺ പോയിന്റ്. അവിടെയാണ് നമ്മുടെ ഫൈനൽ ഇമേജ് ഉണ്ടാവുക. സോ ഇത്ര ചെറിയ മെഴുകുതിരിയെ ഇത്ര വലുതായി കാണിക്കാൻ ആരെ കൊണ്ട് സാധിക്കും? കോമ്പൗണ്ട് മൈക്രോസ്കോപ്പിനെ കൊണ്ട് സാധിക്കും. ഈ കോൺസെപ്റ്റ് മനസ്സിലാക്കുക. ഇവിടെയൊക്കെ ആരോ മാർക്ക് ഇട്ടതെല്ലാം ആക്ച്വലി മെഴുകുതിരികൾ തന്നെയാണ് എന്ന കാര്യം മനസ്സിലാക്കുക. മെഴുകുതിരികൾ തന്നെയാണ്. ചിലപ്പോൾ നിങ്ങൾക്ക് അത്രത്തോളം വിസിബിലിറ്റി ഇല്ലല്ലോ എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആരോ മാർക്ക് ഇട്ടിരിക്കുന്നത്. ഇതെല്ലാം മെഴുകുതിരികൾ തന്നെയാണ് കേട്ടോ. മെഴുകുതിരികൾ തന്നെയാണ്. റൈറ്റ്, ക്ലിയർ അല്ല? കൃത്യമായിട്ട് കോൺസെപ്റ്റ് മനസ്സിലായില്ലടാ. ഇതാണ് പരിപാടി. ഈ കോൺസെപ്റ്റ് ഒന്ന് മനസ്സിലാക്കി വെക്കുക. ഉറുമ്പ് വെച്ചിട്ടും നിങ്ങൾക്കത് പഠിക്കാം. നിങ്ങളുടെ കൺവീനിയൻസ് ആണ്. ദാറ്റ്സ് ഇറ്റ്. ഇത് ഐ പീസിന്റെ ഇമേജിന്റെ പ്രത്യേകതകളാണ്. വെർച്വൽ, ഇറക്റ്റ്, ലാർജ്. ഒബ്ജക്റ്റീവ് ആണെങ്കിൽ റിയൽ, ഇൻവേർട്ടഡ്, ലാർജ്. ആ രീതിയിൽ നിങ്ങൾക്ക് അറിയാം. ഐ പീസിന്റെ ഇമേജിന്റെ ഫീച്ചേഴ്സ് ആണ്. ഒബ്ജക്റ്റീവ് ആണെങ്കിൽ റിയൽ, ഇൻവേർട്ടഡ്, ലാർജ്. രണ്ടും മനസ്സിലാക്കി വെക്കുക, കൃത്യമായി പഠിച്ചു വെക്കുക, ഉഷാറാക്കുക. റൈറ്റ്. സോ ഇതൊക്കെയാണ് മക്കളെ 11 ചോദ്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ചോദ്യങ്ങളും മനസ്സിലാക്കുക, കോൺഫിഡന്റ് ആയിരിക്കുക. 7 മണ്ട ലൈവ് മറക്കരുത്. ഈ വീഡിയോനെ പറ്റിയുള്ള ഫീഡ്ബാക്കുകൾ എല്ലാവരും താഴെ അറിയിക്കുക. കോൺഫിഡന്റ് ആയിരിക്കുക. വെട്രി നിശ്ചയം. റെഡി? സോ ഗൈസ്, ലവ് യു ഓൾ. ടേക്ക് കെയർ. കാണാം.